ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഒരു സാധനം വേണ്ട, കൊണ്ടുപോക്കോ. ഒരെണ്ണം കെട്ടാമാര് വന്നോളും. അയ്യോ, ഞാൻ സാധനം വിൽക്കാൻ വന്നതല്ല അപ്പൂപ്പ. അപ്പൂപ്പനോ? ആരാ നിന്റെ അപ്പൂപ്പൻ? അത് പെട്ടെന്ന് അങ്ങനെയാ വായി വന്നേ. എന്റെ വായി നല്ലത് വരുന്നുണ്ട്, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ. സോറി സാർ. സാധനം വിൽക്കാൻ വന്നേ, അല്ലെങ്കിൽ നീ പിന്നെ എന്തിനാ വന്നേ? അത് ഞാൻ സാറിനെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സാ. ഓ, എന്നാ നിനക്ക് ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അത് പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ആ, കേറി വാ. പുതിയ ആളായോണ്ട് പറയുക, എനിക്ക് ചില രീതികളൊക്കെ ഉണ്ട്. ആ, കേട്ടിട്ടുണ്ട്. ആന്നോ? എന്നാ നീ എന്താ കേട്ടത്? അത് സാറിന് കുറച്ച് രീതികളുണ്ടെന്ന്. ആഹാ, ഇത്തവണ ഒരു ഇഹലോഹ മുണ്ണയാണല്ലോ വന്നത്. എടാ വിഡ്ഡി, ഞാൻ പറഞ്ഞു തരാം. നീ നിൽക്കാതെ ഇങ്ങോട്ട് ഇരിക്കേ. എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് നോക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ആരുടെ സഹായങ്ങളൊന്നും വേണ്ട. അല്ല, പിന്നെന്തിനാ നോക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞു? എന്റെ കാര്യങ്ങൾ മാത്രം നോക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. എന്റെ കൈലി മുണ്ടൊക്കെ കഴുകാനും ആഹാരം വെക്കാനും വീടൊക്കെ വൃത്തിയാക്കാനാ ഒരാളെ വേണ്ടത്. അപ്പൊ വീട്ടുജോലിക്കാരനെയാണോ ആവശ്യം? ആ, അങ്ങനെ വേണേലും പറയാം. പിന്നെ നീ ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തക്ക ശിക്ഷ ഉണ്ടായിരിക്കും. ശിക്ഷയോ? എന്ത് ശിക്ഷ? അത് നീ വഴിയേ അറിഞ്ഞോളും. ആ, നീ എന്നാ ഈ സാധനമൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. ആ, ശരി. ഇതിൽ ആരോട് ചോദിച്ചിട്ടാണ് ഉപ്പിട്ടത്? എനിക്ക് കൊളസ്ട്രോൾ ആണെന്ന് അറിഞ്ഞൂടെ? അയ്യോ, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലെന്ന് സാർ. അറിയത്തില്ലായിരുന്നോ? ഒരു 100 വട്ടം ഏത്ത വിട്. അയ്യോ സാർ, അത് ഇല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോ ഇവിടുന്ന്. ഏത്ത വിടുന്നോ അതോ ഇവിടുന്ന് പോന്നോ? ഇടാം. 1, 2, 3, 4, 96, 97, 98, 100. ഈ ഓണം നമുക്ക് ആഘോഷിക്കണമെന്ന്. ഈ ഓണം വരെ അമ്മ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ മോനെ. ഒന്നുമില്ല. റിസൾട്ട് വരുമ്പോൾ അമ്മയ്ക്ക് എല്ലാം നോർമലായിരിക്കും. ചേട്ടാ, അമ്മയുടെ റിസൾട്ട് വന്നു, പോസിറ്റീവാ. എടാ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ, ഒരുപാട് പൈസ വേണ്ടി വരും. എടാ, എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? ചേട്ടാ എന്നൊരു ജോലിക്കാര്യം പറഞ്ഞില്ലേ, അത് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എടാ, അതൊരു പരട്ടക്കുളനെ നോക്കാനാ, നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ, അതൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് ആ ജോലി വേണം. എന്നാ നിന്റെ ഇഷ്ടം. അറിയാതെ പറ്റിയതാ. അറിയാതെ പറ്റിയോ? ഒരു 100 റൗണ്ടേ വീടിന് ചുറ്റും ഓട്. സാർ, ഇനിയേ അറിയാതെ പറ്റരുത്. അതുകൊണ്ടേ പോയൊരു 100 റൗണ്ട് ഓടിയിട്ട് വാ. ഓട് 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 ഓട്. ഇനിയേ അറിയാതെ എന്തെങ്കിലും പറ്റിയ അറിയാലോ. കുളത്തിൽ വീണ യുവതി തൂങ്ങി മരിച്ച നിലയിൽ. കാപ്പി. ഇതെന്തുവാടാ, കഷായോ? 100 പുഷപ്പെടുത്തോ. 95, 96, 97, 98, 99, 100. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ആരാടാ പറഞ്ഞേ? അത് ആരും പറഞ്ഞില്ല, അത് വാടിക്കുന്നുണ്ടപ്പോ ഞാൻ ഒഴിച്ചതാ. എന്നോട് ചോദിക്കാനാ അതോടെ ഓരോന്ന് ചെയ്യുന്നേ. ഒരു കാര്യം ചെയ്യ്, കിണറ്റിന്ന് ഒരു 100 തൊട്ടി വെള്ളം കോരി വെക്ക്. എന്താടാ, നിനക്ക് ചെയ്യാൻ വയ്യേ? വയ്യ, എനിക്ക് വയ്യ. ആ, എന്നാ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങാൻ തന്നെയാ പോന്നെ, അല്ലാതെ നിങ്ങളുടെ കൂടെ ആര് നിൽക്കും? വെറുതെ അല്ല മക്കൾ ഒരു തിരിഞ്ഞു നോക്കാത്ത, ഇതല്ലേ സ്വഭാവം. ചേടാ, എന്തോന്നേടാ, തനിക്ക് കണ്ണിച്ചോര ഉണ്ടോടോ? എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ അത്രയും പൈസ വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാ ഇത്ര നാളെ ഞാൻ ഇവിടെ നിന്ന്. ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇവിടുന്ന് പോയേനെ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, എന്തുവാ തൻ്റെ പ്രശ്നം? പ്രശ്നം നിനക്കറിയാമോ? 5 കൊല്ലമായി ഞാൻ ഈ വീട്ടില്. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പുറത്തോട്ടൊക്കെ ഒന്ന് പോവാനും 4 പേരോടൊക്കെ സംസാരിക്കാനും. പക്ഷെ ആര് കൊണ്ടുപോവാനാ?
മക്കൾക്ക് പോലും സമയമില്ലല്ലോ. എന്റെ മക്കൾക്കേ പൈസ ഉണ്ടാക്കാനേ സമയമുള്ളൂ, അച്ഛനെ നോക്കാൻ സമയമില്ല. എടാ നിന്നെ കൊണ്ട് പറ്റുമോ ഒരു വീട്ടിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കാൻ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെ. വേണ്ടപ്പെട്ടവരെ ഒന്ന് കാണാൻ പോലും പോകാൻ പറ്റുന്നില്ല. അതിന്റെ ദേഷ്യമൊക്കെയാ ഞാൻ ഈ വരുന്നവരുടെ പോകുന്നവരുടെ ഒക്കെ കാണിക്കുന്നത്. പ്രായത്തിന്റെ ആടാ മോനെ, നീ അതങ്ങ് വിട്ടുകളാ. സാറിന് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അപ്പൊ അവൻ അങ്ങ് അറിയും, എന്നിട്ട് അവന്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണം. എനിക്കത് ഇഷ്ടമല്ല. സ്വന്തം മോനല്ലേ, എന്തേലും പറയട്ടെ, സാറിനെ ഞാൻ കൊണ്ടുപോകും. എടാ ഭാരതേ, എടാ എത്ര നാളാണ് ഭരത്തെ നിന്നെ കണ്ടിട്ട്. അവസാനമായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ രാഘവൻ മരിച്ചെന്നാ. എടാ നീ അങ്ങ് ക്ഷീണിച്ചല്ലടാ. ഇതാരാ നിന്റെ കൊച്ചുമോനാണോ? മകനേ, എടാ കറക്റ്റ് നിന്നെ പറിച്ചു വെച്ചേക്കുന്നടാ. അയ്യേ, അതെന്റെ കൊച്ചുമോനൊന്നുമല്ല, എന്നെ നോക്കാൻ വന്ന ഹോം നേഴ്സാ. ഓ എനിക്ക് തോന്നി. പക്ഷേ എടാ നിനക്കൊരു മാറ്റം ഇല്ലല്ലോടാ. എടാ അത് ഞാൻ ഡെയിലി ഓടാൻ പോകുന്നുണ്ട്. ആ അന്നും പൊട്ടെ ഇന്നും പൊട്ടെ. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എവിടെ പോ ഇറങ്ങിയതാ? എടാ നിനക്കറിയാല്ലേ, ഞാൻ എത്ര കാലമായി പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ ഇവ എന്നെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് ഇറങ്ങിയതാ. ആണോ? എന്നാ എന്നോടെ കൊണ്ടുപോടാ. പിന്നെന്താടാ, എന്നാ നീയും കൂടെ കൂടിക്കോ. അച്ഛാ, അച്ഛാ, ചോയ് ചേട്ടാ. നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? എടാ ചെറുക്ക വണ്ടി ഒന്ന് ഒതുക്കടാ. എന്ത് പറ്റി? എടാ എന്റെ കൊറേ നാളത്തുള്ള ആഗ്രഹമാടാ കാറൊന്ന് ഓടിക്കണോന്ന്. ഒന്ന് നിർത്തടാ, ഞാൻ ഓടിക്കട്ടെ. അത് വേണോ? എടാ കൊടുക്കടാ, എന്റെ സുഹൃത്തിന്റെ ഒരു ആഗ്രഹമല്ലയോ. അതെ സാർ, ഇവിടുന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് കാണുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കാം. സാർ ഞങ്ങളെ കാണാതെ അച്ഛൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. അപ്പൂപ്പാസ്. ഓ വാടാ, നമുക്കിനി അനന്തുവിനെ കണ്ടുപിടിക്കാം. എടാ നിന്റെ അച്ഛന് വേറൊരു പയ്യനും കൂടെ വന്നാ എന്റെ അച്ഛനെ കൊണ്ടുപോയത്. നിനക്കെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോഴാ ക്യാമറ ചെക്ക് ചെയ്തേ, അപ്പോഴാ കണ്ടത്. അതിനിടയ്ക്ക് ഞാൻ പോലീസ് കേസും കൊടുത്തു. ഓരോരുത്തന്മാരെ നോക്കാൻ ഏൽപ്പിച്ച ഇതല്ലേ അവന്റെ ഒക്കെ കയ്യിലിരിപ്പ്. എടാ അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കേസ് പിൻവലിക്കാം. ആ താങ്ക് യുടാ. ഈ ഫോട്ടോ കാണുന്ന ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ. അമ്മാവി ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഇവിടെ ഉള്ള ആളെ അല്ലെന്ന് തോന്നുന്നു. അതാരാ അവിടെ കിടക്കുന്നത്? അമ്മാവി ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല മക്കളെ. അമ്മാവാ ഫ്രണ്ട് ഇരിക്കുന്ന ആരെ? ഫ്രണ്ട് ഇരിക്കുന്ന ഡ്രൈവർ. അതല്ല അമ്മാവാ, ഡ്രൈവറിന്റെ ഓപ്പോസിറ്റ്. ഡ്രൈവറിന്റെ ഓപ്പോസിറ്റ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗിന്റെ അപ്പുറത്ത്. സ്റ്റിയറിംഗിന്റെ അപ്പുറത്ത് എഞ്ചിൻ. ഓ അതല്ല അമ്മാവാ, ഞാൻ അപ്പുറത്തോട്ട് വരാം. ഇതാരാന്നാ ഞാൻ ചോദിച്ചേ. ഇതെന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരനെ എവിടെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലേ. എന്തോ ഒരു കൂടുതലുണ്ടല്ലേ. പോവാ. നീ ഇനി ആ വീട്ടിൽ നിൽക്കണമെന്നില്ല. നിന്റെ സേവനത്തിന് നന്ദി. നീ എന്തിനാടാ വിഷമിക്കുന്നേ? എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാ
ഇത് നീ വെച്ചോ. ഇത് വേണ്ട. നിന്റെ അമ്മയുടെ ഓപ്പറേഷനെ ഒരുപാട് പൈസ വേണ്ടേ? ഇത് നീ വെച്ചോ. എൻ്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളടാ, നീ അത് വെച്ചോ. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളി. ഓക്കെ സാർ. സാറല്ല, അപ്പൂപ്പൻ.